എല്ലാവർക്കും സുഖമല്ലേ? റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മുട്ട പൊറോട്ടയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, സംഭവം പൊള്ളിയാണ് കേട്ടോ. 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം വേണോ അതനുസരിച്ച് മാവ് എടുത്തോളൂ. 4 ടീസ്പൂണിലും കുറവ് ബേക്കിംഗ് പൗഡർ, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 4 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഓയില്. എല്ലാം ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തുട്ടാ. ഈ മാവ് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആവാറായി. മിക്സ് റെഡിയാക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. പൊടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്തു, ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. മാവ് ഒന്നും കൂടി ഒന്ന് കുഴക്കുന്നുണ്ട്. ചെറിയ ബോൾസ് ആക്കാം. കല്ലിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലും കുറച്ച് മൈദ ഇടുന്നുണ്ട്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. പരത്തിയെടുത്തു. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും മടക്കാം. കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യുക, മൈദ ഇട്ട് കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് മടക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, മൈദ ഇട്ട് കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് മടക്കാം, ഈ സൈഡിൽ നിന്ന് മടക്കുക. കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യാം കല്ലിലേക്ക്. ഇനി നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം. സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്തു. തവയിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മുട്ടയുടെ മിക്സ് എടുത്ത് അടിച്ച് വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ പൊറോട്ട നമുക്ക് ഈ മുട്ടയുടെ മിക്സിൽ മുക്കാം. നമുക്കിത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇത് റെഡിയായി വരുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഒരെണ്ണം റെഡിയായി, തവയിൽ നിന്ന് മാറ്റുന്നുണ്ട്. മുട്ടയുടെ മിക്സിൽ മുക്കാം. 2 സൈഡും മുക്കി കൊടുക്കുക കേട്ടോ. ഇനി പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് റെഡി ആകുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഇത് റെഡിയായി, ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. മുട്ട പൊറോട്ട റെഡി ആയിട്ടാ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.